വീട്ടിൽ രണ്ട് ലിവിങ് സ്പേസ് ഉണ്ട്. ഒന്ന് ഫോർമൽ, ഒന്ന് ഫാമിലി. നോർമലി ചെയ്യുന്ന പാർട്ടീഷനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് നമ്മളൊരു മെറ്റൽ ഫ്രെയിം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പൂജായി കൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ സ്റ്റോറേജും വാളിൽ നമ്മളൊരു പാനലിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മാർബിൾ ഫിനിഷ് വരുന്ന പാനലിങ്ങാണ് ബാക്ക് പാനൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും യു ഷേപ്പിലാണ് നമ്മളിവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 കളർ തീം വരുന്ന 4 ഡോർ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ്, ടേബിൾ, ബേ വിൻഡോ ഒറ്റ സ്ട്രെച്ചിൽ വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയറാണ് ഇവിടെ ഹാങ് ചെയ്തത്. ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിൽ തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കാരിത്താസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള രഞ്ജു തുഷാര ദമ്പതികളുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇന്റീരിയർ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ ഫസ്റ്റ് കാണുന്ന ഒരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഷൂറാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷൂറാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു കുഷ്യൻ, നമുക്ക് ഇരുന്ന് ഷൂ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് മുകളിലൊരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്മെല്ലാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡോറിൽ വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറുമ്പോഴേ ഉള്ളത് നമ്മുടെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 4 സീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു കോഫി ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് കളറിലാണ് നമ്മൾ ഈ സോഫ കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 വിൻഡോസാണ് ഇവിടെ വരുന്നത്. ഒരു ലോങ് ടൈപ്പ് വിൻഡോയാണ് ഇവിടെ ഉള്ളത്. അതിന് നമ്മൾ ഷിയർ കട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമ്മൾ റോമൻ ബ്ലൈൻഡ്സ് ആണ് ഈ വിൻഡോ നമ്മൾ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ 2 ലിവിങ് സ്പേസ് ഉണ്ട്. ഒന്ന് ഫോർമൽ, ഒന്ന് ഫാമിലി. ഇങ്ങനെ 2 ലിവിങ് സ്പേസ് ആണുള്ളത്. അതിനെ നമ്മളൊരു പാർട്ടീഷൻ കൊടുത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടീക്ക് വുഡ് കളറിൽ വരുന്ന ഒരു പാർട്ടീഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നോർമലി ചെയ്യുന്ന പാർട്ടീഷനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ട് നമ്മളൊരു മെറ്റൽ ഫ്രെയിം വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ പാർട്ടീഷൻ നമ്മൾ വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഇവിടെയാണ് പൂജാ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂജാ യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ സ്റ്റോറേജും വാളിൽ നമ്മളൊരു പാനലിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു ഓം സിമ്പിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 ലെഡ്ജസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത്. ഫാമിലി ലിവിങ്ങിൽ നമ്മളൊരു എൽ ഷേപ്പിലുള്ള സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കർട്ടൻസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു പാസേജാണ്, അതുകൊണ്ട് തന്നെ സ്ലൈഡിങ് വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫാമിലി ലിവിങ്ങിലാണ് നമ്മളിവിടെ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള TV യൂണിറ്റാണ്. ബോട്ടത്തിൽ സ്റ്റോറേജും വാളിൽ പാനലിങ്ങുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മാർബിൾ ഫിനിഷ് വരുന്ന പാനലിങ്ങാണ് ബാക്ക് പാനൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതിൽ നമ്മൾ ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേ കളർ ലൂവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ്. നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്താണ് സീലിംഗ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അതിൻ്റെ എൻട്രൻസ് നമ്മളൊരു വുഡൻ പാനലിംഗ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഡൈനിങ്. നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് മാർബിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ കുഷ്യൻസ് കൊടുത്ത് സീറ്റിംഗ് 6 സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ തീമാണ് നമ്മളിവിടെ സീറ്റിന് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മളൊരു ഓപ്പൺ ടൈപ്പ് കിച്ചനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിന് നമ്മൾ പാനലിംഗ് കൊടുത്ത് ഔത്തിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്താണ് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ തീമാണ് നമ്മുടെ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു യു ഷേപ്പിലാണ് നമ്മുടെ ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബേസിക്കായിട്ട് വരുന്ന എല്ലാ ആക്സറീസും ടാൻഡം ബോക്സ്, ഓയിൽ പുള്ളൗട്ട്, GTPT, അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ടോൾ യൂണിറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടുള്ള മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ്. അതുപോലെ തന്നെ വെറ്റ് ഏരിയസ് നമ്മൾ WPC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിങ്കിൻ്റെ താഴെയായിട്ട് ഒരു വേസ്റ്റ് ബിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കോമൺ വാഷ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കോമൺ വാഷാണ്. നമ്മൾ ബോട്ടം WPCയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ജാഗ്വാറിൻ്റെ ബൗളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിററും മുകളിൽ ലെഡ്ജ് കൊടുത്ത് ലൈറ്റിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മളൊരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു ക്യൂൻ സൈസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 4 ഡോർ വാർഡ്രോബ്, നമ്മളൊരു 2 കളർ തീം വരുന്ന 4 ഡോർ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം നമ്മൾ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. ഹാഫ് റൗണ്ട് മിറർ ബോട്ടത്തിൽ ഒരു സ്റ്റോറേജുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒന്ന് കിഡ്സ് ബെഡ്റൂമും
അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കിങ് സൈസ് കോട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു വാർഡ്രോബ്, ടേബിൾ, ബേ വിൻഡോ ഒറ്റ സ്ട്രെച്ചിൽ വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് വരുമ്പം 2 കളർ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഗ്രേ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ടേബിളിനാണെങ്കിലും ബേ വിൻഡോയ്ക്കാണെങ്കിലും ആ ഒരു കളർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോ സീറ്റിങ്ങിൻ്റെ താഴെ നമ്മൾ സ്റ്റോറേജും മുകളിൽ കുഷ്യനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട്. ബോട്ടത്തിലൊരു സ്റ്റോറേജും നമ്മൾ ഓപ്പൺ ലെഡ്ജസുമാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ മിറർ, ബാക്കിൽ നമ്മൾ വാൾപേപ്പറാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സീലിംഗ്, ഇവിടെ നമ്മൾ ഒരു പ്ലെയിൻ സീലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വിത്ത് പ്രൊഫൈൽ ലൈറ്റ്സും പാനൽ ലൈറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത്. നമ്മൾ സ്റ്റെയർ ഏരിയയിൽ 2 വിൻഡോസ് ആണ് വരുന്നത്, ലോങ് വിൻഡോസ് ആണ് വരുന്നത്. അതിന് നമ്മൾ ബ്ലൈൻഡ്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ ഈ ഡബിൾ ഹൈറ്റിൽ നമ്മളൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയറാണ് അവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിംഗിൽ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച. പ്ലെയിൻ ആയിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്ത് ലോങ് ലെങ്തിലുള്ള ഒരു ഷാൻലിയറാണ് ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് സെയിം താഴത്തെ ബെഡ്റൂമിലുള്ള പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോൺ കോളും വാട്സാപ്പും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സീ യു ലേറ്റർ. ബൈ.